ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ എല്ലാവർക്കും ഡെയിലി ബൂസ്റ്ററിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബെല്ലാഡോണ മീൻസ് എന്താ? ബെല്ലാഡോണ എന്ന് പറഞ്ഞാൽ ബെല്ലാഡോണ മീൻസ് എ ഹാൻസം മെൻ, എ ബ്യൂട്ടിഫുൾ ബേർഡ്, എ പ്രെറ്റി വുമൺ, എ കെയർ ബോയ്. ബെല്ലാഡോണ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്രെറ്റി വുമൺ, ബ്യൂട്ടിഫുൾ ലേഡി. അതാണ് ബെല്ലാഡോണ മീനിങ് വരുന്നത്. ബെല്ലാഡോണ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്ലാന്റ് ഉണ്ട്, നല്ലൊരു ഭംഗിയുള്ള പൂവൊക്കെ ഉള്ളത്. അപ്പോൾ ബെല്ലാഡോണ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മീനിങ്? എ പ്രെറ്റി വുമൺ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ലേഡി എന്തും വരാം. ഹാങ് ടുഗദർ മീൻസ് ഹാങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തൂക്കിയിടുക എന്നുള്ള മീനിങ് അല്ലേ. അപ്പോൾ ഹാങ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് തൂങ്ങുക അല്ലെങ്കിൽ ഒരുമിച്ച് ചാകുക എന്നുള്ളതൊന്നും അല്ല മീനിങ്. ഡൈ ടുഗദർ, ലീവ് ടുഗദർ, വർക്ക് ഇൻ യൂണിയൻ, വർക്ക് എലോൺ. ഹാങ് ടുഗദർ എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആണ് വർക്ക് ഇൻ യൂണിയൻ. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? വർക്ക് ഇൻ യൂണിയൻ. അതാണ് ഹാങ് ടുഗദർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സിനോണിം ഓഫ് റിമോസ്. റിമോസ് എന്ന് പറഞ്ഞാൽ സിനോണിം എന്താ? റിമോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ് എന്താണ്? പശ്ചാത്തപിക്കുക എന്നാണ്. പശ്ചാത്താപം, അതാണ് റിമോസിൻ്റെ മീനിങ്. അപ്പോൾ എന്താണ്? ഇൻ്റലിജൻറ്റ്, ബെനവലൻറ്റ്, റിഗ്രറ്റ്, ആംഗ്രി. റിഗ്രറ്റ് ചെയ്യുക അല്ലേ? റിഗ്രറ്റ് ചെയ്യുക, ചെയ്ത് തെറ്റായി പോയി തോന്നുക, റിഗ്രറ്റ് ചെയ്യുക. റിഗ്രറ്റിൻ്റെ മീനിങ് എന്താണ്? പശ്ചാത്താപം, പശ്ചാത്താപം. അപ്പം ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്, മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ റിമോസിൻ്റെ മീനിങ് എന്താണ്? റിഗ്രറ്റ്, പശ്ചാത്താപം. സോ എന്താണ്? ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസറായിട്ട് വരുന്നത്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലേ, എല്ലാം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടുണ്ട്. ഏതൊരെണ്ണം മാത്രമാണ് ശരിയുള്ളത്? നമുക്ക് ഓരോന്നിൻ്റെയും സ്പെല്ലിങ് നോക്കാം. ഇനാഗുറേഷൻ, നമ്മൾ എല്ലാവരും എഴുതുന്നൊരു സ്പെല്ലിംഗ് ആണല്ലേ ഇത്, ഇനാഗുറേഷൻ. പക്ഷേ ഇവിടെ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. INA കഴിഞ്ഞാൽ ഒരു യു ഉണ്ട്. നമ്മൾ ബാക്കിയെല്ലാം നമുക്ക് കിട്ടും. ഇനാഗുറേഷൻ എഴുതാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ഇവിടെ തെറ്റിപ്പോകുന്നത് INA കഴിഞ്ഞാലുള്ള ഈ ഒരു യു നമ്മൾ ആരും എഴുതില്ല. സോ ഇനാഗുറേഷൻ്റെ സ്പെല്ലിങ് ഇൻ, പിന്നെ എന്താണ്? ഇന എന്ന് എഴുതിയിട്ട് ഒരു യു, ഇത് മാത്രമാണ് നമുക്ക് തെറ്റിപ്പോകുള്ളൂ. അപ്പോൾ ഇനാഗുറേഷൻ്റെ സ്പെല്ലിങ് INAUGURATION ആണ് ഇനാഗുറേഷൻ്റെ സ്പെല്ലിങ്. എന്താണ് ഡിറ്ററൻ്റ് എന്ന് പറഞ്ഞാലുള്ള സ്പെല്ലിംഗ് എന്താണ്? ഇവിടെയും DETERRENT, ഇവിടെ ഒരു ആറും കൂടി കൂടുതൽ വേണം. അതാണ് ഡിറ്ററൻറ്റിൻ്റെ സ്പെല്ലിങ്. ആംബിഗ്യൂറ്റി, ഇതാണ് ശരിയായ പദം. ആംബിഗ്യൂറ്റി, ഇത് ശരിയായ പദമാണ്. ഇനി യുറേക്ക. യുറേക്ക എഴുതുമ്പോഴേക്കും യു ആണ് നമ്മൾ എഴുതുന്നത്, പക്ഷേ യു അല്ല. എന്താണ്? ഒരു ഇ വേണമെന്നേ ഉള്ളൂ. EUREKA, യുറേക്ക. അപ്പോൾ ഇനാഗുറേഷൻ, ഡിറ്ററൻറ്റ്, യുറേക്ക, ആംബിഗ്യൂറ്റി, ഇത് നാലിൻ്റെയും സ്പെല്ലിങ് പഠിച്ചു വെച്ചോ. ചിലപ്പോൾ അടുത്ത എക്സാമിന് അടുത്തായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ആംബിഗ്യൂറ്റി ചോദിച്ചപ്പോഴേക്കും നമുക്ക് എന്താ ഇനാഗുറേഷൻ ആയിരിക്കാം അടുത്ത ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഇത് നാല് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് മിസഗോണിസ്റ്റ് അല്ലേ? നമ്മൾ 2-3 പരീക്ഷകളിൽ ഡെയിലി ബൂസ്റ്ററിൽ നമ്മൾ കാണുന്നുണ്ട് മിസഗോണിസ്റ്റ്. മിസഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മാൻ ഹു ഹെയ്റ്റ് വുമൺ, ഒരു സ്ത്രീ വിരോധിയെ പറയുന്ന പേരാണ് മിസഗോണിസ്റ്റ്. സ്ത്രീ വിരോധി, മിസഗോണിസ്റ്റ്. ഈ മിസോ എന്ന് പറഞ്ഞ മീനിങ് ഹെയ്റ്റ്രഡ്, ആ ഒരു മീനിങ് ആണ് കേട്ടോ വരുന്നത്. മിസഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം എന്താണ്? സ്ത്രീ വിരോധി. എങ്കിൽ ചോദിക്കട്ടെ, ഇവിടുത്തെ എ മാൻ ഹു ലവ് അനിമൽസ് ആണ് കേട്ടോ. അത് അനിമൽസ് എന്ന് പറഞ്ഞാൽ അനിമൽസിനെ ഇഷ്ടപ്പെടുന്ന അവരെന്ത് പറയും? സൂഫിലിസ്റ്റ് എന്ന് പറയും. സൂഫിലിസ്റ്റ് എന്ന് പറയും. അതേപോലെ എ മാൻ ഹു ലവ്സ് വുമൺ ആണെങ്കിലോ, ഇഷ്ടപ്പെടുന്നവരെയാണെങ്കിലോ ഗൈനിഫിലിക് എന്ന് പറയും. ഇഷ്ടപ്പെടുന്ന എ മാൻ ഹു ലവ്സ് വുമൺ ആണെങ്കിൽ ഗൈനിഫിലിക് എന്ന് പറയും. ഫിലിക്. എ മാൻ ഹു ഹെയ്റ്റ് മെൻ ആണെങ്കിലോ, ഹു ഹെയ്റ്റ്സ് മെൻ, ആണുങ്ങളെ ഇഷ്ടപ്പെടാത്തവരെയാണ് പറയുന്നതെങ്കിൽ എന്താണ്? മിസാൻഡ്രിസ്റ്റ് എന്ന് പറയും. മിസാൻഡ്രിസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് മിസഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മാൻ ഹു ഹെയ്റ്റ് വുമൺ, സ്ത്രീകളെ ഇഷ്ടമല്ലാത്തവരെയാണ് എന്ത് പറയുന്നത്? മിസഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മലയാളത്തിലേക്ക് പോകാം. ബെന്യാമിൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആര്? ബെന്യാമിൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണല്ലേ ബെന്യാമിൻ. ആടുജീവിതം. ബെന്യാമിൻ എന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ്. അപ്പോൾ ബെന്യാമിൻ്റെ ശരിക്കുള്ള പേരെന്താണ്? ബെന്നി ഡാനിയൽ, ബെന്നി ഫിലിപ്പ്, ജോസഫ് ബെന്നി, ജോസഫ് ഡൊമിനിക്. ആരാണ്? ബെന്നി ഡാനിയൽ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ബെന്യാമിൻ എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ബെന്നി ഡാനിയൽ. ബെന്നി ഡാനിയൽ എന്ന നാമധേയം ആരുടെയാണ്? ബെന്യാമിൻ, ബെന്നി ഡാനിയൽ. എങ്കിൽ കൊടപ്പുന്ന ആരാണ്? കൊടപ്പുന്ന
കൊടപ്പുന്ന എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന വ്യക്തിയാണ് ആര്? ഗോവിന്ദ ഖണകൻ. ഗോവിന്ദ ഖണകനാണ് കൊടപ്പുന്ന എന്ന തൂലികാനാമത്തിൽ എഴുതുന്നത്. എൻ എൻ കക്കാട്. എൻ എൻ കക്കാട് എന്താണ്? ഒരു തൂലികാനാമമാണല്ലേ. എൻ എൻ കക്കാട് അപ്പം എന്താണ്? നാരായണൻ നമ്പൂതിരി. നാരായണൻ നമ്പൂതിരി, ഇതാണ് എൻ എൻ കക്കാട് എന്ന് പറയുന്നത്. ഇടപ്പള്ളി. ഇടപ്പള്ളി. ഇടപ്പള്ളി എന്താണ്? ഇടപ്പള്ളി രാഘവൻ പിള്ള. രാഘവൻ പിള്ളയുടെ രാഘവൻ പിള്ള എന്നാണ് യഥാർത്ഥ നാമം. അദ്ദേഹത്തിൻ്റെ തൂലികാ നാമമാണ് എന്ത്? ഇടപ്പള്ളി എന്ന് പറയുന്നത്. ഇടമറുക. ഇടമറുക. ഇടമറുക എന്ന പേരിൽ എഴുതുന്ന ആരാണ്? ടി സി ജോസഫ്. ടി സി ജോസഫാണ് എന്താ എഴുതുന്നത്? ഇടമറുക. അപ്പോൾ കൊടപ്പുന്ന ഗോവിന്ദഗണകൻ, എൻ എൻ കക്കാട് നാരായണൻ നമ്പൂതിരി, ഇടപ്പള്ളി രാഘവൻ പിള്ള, ഇടമറുക ടി സി ജോസഫ്. ബെന്യാമിൻ എന്ന തൂലികാനാമമാണ് ആരുടെയാണ്? ബെന്നി ഡാനിയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? കുന്തലത, ഇന്ദുലേഖ, ഉണ്ണുനീലി സന്ദേശം, കൃഷ്ണഗാഥ. ഏതാണ് മലയാളത്തിലെ ആദ്യ നോവൽ? അത് കുന്തലതയാണ്. അപ്പോൾ എന്താണ് ഇന്ദുലേഖയുടെ പ്രത്യേകത? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഏത്? ഇന്ദുലേഖ. ആരാണത്? ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ അല്ലേ? ഒ ചന്തുമേനോൻ്റെ. കുന്തലത ആരാണ് എഴുതിയത്? അപ്പു നെടുങ്ങാടി. ഉണ്ണുനീലി സന്ദേശത്തിന് എന്താണ് പ്രത്യേകത? ഉണ്ണുനീലി സന്ദേശം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. അതേപോലെ കൃഷ്ണഗാഥ എന്താണ്? മലയാളത്തിലെ ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത, അപ്പു നെടുങ്ങാടി. ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ. ആദ്യത്തെ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം. ആദ്യത്തെ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. താഴെ തന്നിരിക്കുന്നവയിൽ ONV കുറുപ്പിൻ്റെ കൃതി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അക്ഷരം, സ്വയംവരം, വിശ്വരൂപം, ഭൂമിക്കൊരു ചരമഗീതം. ഏതാണ്? അക്ഷരം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അതേപോലെ സ്വയംവരവും അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. വിശ്വരൂപം ആരുടെയാണ്? വിശ്വരൂപം എന്ന് പറയുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതിയാണ്. ഏത്? വിശ്വരൂപം. ഇദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളാണ് അഗ്നിശലഭങ്ങൾ. നമ്മൾ പഠിച്ചതാണ് അഗ്നിശലഭങ്ങൾ. എന്തായിരുന്നു പ്രത്യേകത? ONV കുറുപ്പിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതായിരുന്നു. ഏത്? കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് അഗ്നിശലഭങ്ങൾക്ക്. ഉപ്പ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് ഉപ്പിന് ഏത് അവാർഡായിരുന്നു കിട്ടിയത്? വയലാർ അവാർഡ് കിട്ടി. അതേപോലെ മൃഗയയ്ക്ക് ഏത് അവാർഡാണ് കിട്ടിയത്? ഓടക്കുഴൽ അവാർഡ് കിട്ടി. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലേ? കണ്ടോ? അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്? നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇട്ടൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആകാശം എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത്. ആകാശം. വാനം, ഗഗനം, വ്യോമം. ഇതെല്ലാം എന്താണ്? ആകാശമാണ്. പര്യായപദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏതായിരിക്കും? കുമുദം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വെളുത്ത അമ്പലിനെ പറയുന്നതാണ് എന്ത്? കുമുദം എന്ന് പറയുന്നത്. സോ ആകാശത്തിൻ്റെ പര്യായപദങ്ങളാണ് വാനം, ഗഗനം, വ്യോമം എന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി ഏതർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്? ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, അപമാനിക്കുക, പ്രകീർത്തിക്കുക. ഏതായിരിക്കും ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ? അറിയാം അല്ലേ? അപമാനിക്കുക, അതാണ് ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ. എന്താണ്? അപമാനിക്കുക. എങ്കിൽ ചോദിക്കട്ടെ, അസുരവിത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? ദുഷ്ടസന്തതി. അങ്ങനെ നമുക്ക് എന്താ കൊള്ളില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അസുരവിത്ത എന്നൊക്കെ പറയില്ലേ? അതേപോലെ ശ്ലോകത്തിൽ കഴിക്കുക. എന്താണ് അതിൻ്റെ മീനിങ്? ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കി പറയുക. അതിനെയാണ് നമ്മൾ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇതോട് കഴിയുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്